ഗണപതി ബപ്പ മോറിയ. ഈ ജപത്തിലെ മോറിയ മോർഗാവിലെ ആദി ഗണപതിയിലേക്കുള്ള വിശ്വാസത്തിൻ്റെ വഴിയാണ്. മോർഗാവിൽ നിന്ന് ആരംഭിച്ച വിശ്വാസം മുംബൈയിലെ സിദ്ധിവിനായകനിൽ സഫലതയായി മാറുന്നു. ഇതൊരു ജപം മാത്രമല്ല, മറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ചരിത്രമാണ്. എന്താണ് ഈ നാമജപത്തിൻ്റെ അർത്ഥം? ഗണപതി, എല്ലാ തടസ്സങ്ങളും നീക്കുന്ന ദൈവം. ബാപ്പ, പിതാവിനെ പോലെ നമ്മെ സംരക്ഷിക്കുന്നവൻ. മോറിയ, ഭക്തിയോടെ വീണ്ടും വരണമെന്നുള്ള വിളി. അപ്പോൾ എങ്ങനെയാണ് ഈ നാമജപം ഉണ്ടായത്? മോറിയ എന്ന വാക്ക് ഗണപതിയോടൊപ്പം ഉപയോഗിക്കപ്പെടുന്നത് 13-ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിൽ ജീവിച്ചിരുന്ന ഗണപതി ഭക്തനായ പ്രധാനപ്പെട്ട സന്യാസിയായ സന്ത് മോറിയ ഗോസാവിയുമായി ബന്ധപ്പെട്ടാണ്. ശ്രീ ഗണേശനോട് ആത്മസമർപ്പണത്തോടെ കടുത്ത വ്രതങ്ങളും തപസ്സുകളും അനുഷ്ഠിച്ച അദ്ദേഹം തൻ്റെ ജീവിതം സമർപ്പിച്ച് ഗണപതിയെ പ്രസാദിപ്പിച്ചു. അതിനാൽ തന്നെ തൻ്റെ നാമം എക്കാലവും ഗണേശാരാധനയോടൊപ്പം ചേർന്നിരിക്കണമെന്ന മോറിയ ഗോസാവിയുടെ ആഗ്രഹം ഭഗവാൻ അനുഗ്രഹമായി നൽകി. ശ്രീ ഗണേശൻ്റെ അനുഗ്രഹം തേടുന്നതോടൊപ്പം മോറിയ ഗോസാവി എന്ന മഹാഭക്തൻ്റെ ആത്മീയ പൈതൃകത്തെയും ആദരിക്കുവാനായി ഭക്തർ ഈ നാമം ജപിക്കുന്നു. ഭക്തിയുടെ വഴിയിൽ മോറിയയുടെ നാമവും ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. ഗണപതി ബപ്പ മോറിയ. മംഗളമൂർത്തി.